വിജയ് ദേവരക്കൊണ്ടയുടെ കിങ്ഡം OTT വന്നിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. അല്ലാതെ ഒന്നും പറയില്ല, ഒരു എക്സ്ക്യൂസും പറയില്ല. കാണണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇവിടുത്തെ തിയേറ്റർ ഓണേഴ്സ് ഉണ്ട് കുറെ പേര്, ഞാൻ ഒന്നും പറയില്ല കൂടുതൽ. അവർക്ക് വിജയ് ദേവരക്കൊണ്ട ഒരു ആക്ടർ ഉള്ള കാര്യം പോലും അറിയില്ല. തോന്നുന്നു നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും 1950 ജീവിക്കുകയാണ്. മനോരമ മാക്സിനെ പറയാറില്ല, ആർക്കും വേണ്ടാത്ത ചവറുകൾ കൂട്ടാനുള്ള മൂലാന്ന്. അതേപോലെ ഓരോരോ പരട്ട പടങ്ങൾ അവരെടുക്കും, എന്നിട്ട് 2 ദിവസം ഓടിക്കും, വീണ്ടും മാറ്റിയിട്ട് അടുത്ത പരട്ട പടം എടുക്കും. മോഹൻലാലിന്റെ ഓടുന്ന പടങ്ങൾ പോലും എടുക്കാത്ത തിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ കൂടുതലൊന്നും പറയില്ല. ലാഭം വേണം പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഓണേഴ്സ് ഉണ്ട്, ഇന്ന് നഷ്ടം മതി ഞങ്ങൾക്ക് പറഞ്ഞ് നടക്കുന്ന ഓണേഴ്സാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമ അതായിരുന്നില്ല ആൾക്കാർ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ ഫ്രം ദ ഡയറക്ടർ ഓഫ് ജേഴ്സി. കാരണം അങ്ങേര് ക്വാളിറ്റി സ്റ്റഫ് മാത്രമേ ചെയ്യുള്ളൂ. ആൻഡ് ഒരു മാസ് പടത്തിന് അനിരുദ്ധ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത 50% പടം രക്ഷപ്പെട്ടു. സോ അനിരുദ്ധിന് സമയം കിട്ടുമ്പോൾ ഈ നാഷണൽ അവാർഡിന്റെ ജൂറി പോയിട്ടൊന്ന് ചേരണം. കാരണം റീസെന്റ് ആയിട്ട് അണ്ണൻ കപ്പ് കൊടുക്കുന്ന പടങ്ങളൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണ്, അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ നാഷണൽ അവാർഡ് ജൂറിക്ക് പറ്റിയ ആളാണ് അനിരുദ്ധ്. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അതായത് അത്യാവശ്യം ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ നടത്തി, ഹൈ മൊമെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ പറയാം, ആ സിനിമയാണെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിലൊന്നും അധികം ഹൈ മൊമെന്റ്സ് ഇല്ല. അനിരുദ്ധ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് വിജയ് ദേവരക്കൊണ്ട ഇപ്പോൾ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു മറ്റേ ആക്ടറെ കിട്ടിയിട്ട് പോലും ഫൈറ്റ് സീനും കാര്യങ്ങളൊന്നും ഈ സിനിമയില്, ഈ മറ്റേ വിരലിൽ എണ്ണാവുന്ന ഫൈറ്റ് സീൻ 2 ഉണ്ട്. ഒന്ന് ഒരു ജയിലിലും മറ്റേ ടുവേർഡ്സ് ക്ലൈമാക്സിലും. അത് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ സത്യദേവ്, വിജയ് ദേവരക്കൊണ്ട അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫ്. മേക്കിംഗ് നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ഇതിലൊരു ബോട്ടിന്റെ ഒരു ചേസ് സീക്വൻസ് ഉണ്ട്, അതേപോലെ ജീപ്പിന്റെ ഒരു ചേസ് സീക്വൻസ് ഉണ്ട്. ദാറ്റ് വാസ് നൈസ്. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴേക്കും ലാസ്റ്റ് ടുവേർഡ്സ് ക്ലൈമാക്സ് അനിരുദ്ധിന്റെ BGMല് വിജയ് ദേവരക്കൊണ്ടയുടെ സ്ക്രീൻ പ്രസൻസിൽ ഒരു സാധനമുണ്ട്, അത് കിടുവായിരുന്നു. വേറെ ഒന്നുമില്ല. കഥയൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നൊന്നും പറയരുത്. ഈ KGF-ഉം റെട്രോയും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുത്തു വെച്ച പോലെയാണ് ഇതിന്റെ സെക്കൻഡ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രൈബ് വേണം, ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ പിടിക്കണം, ടൈനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നടത്തണം. ഭാഗ്യശ്രീ ബോസ് ആണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. യൂഷ്വലി വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമയിലുള്ള റൊമാൻസ് ഗിമിക്സില്, കെട്ടിപ്പിടുത്ത ഉമ്മമ്മക്കില്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിലില്ല. ആ കൊച്ചിനെ എന്തിനെ കൊണ്ടുവന്നതെന്ന് പോലും പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടില്ല. ആവശ്യമില്ല, എന്നാലും കുഴപ്പമില്ല, മറ്റേ കണ്ണ് തട്ടാതിരിക്കാൻ ഒരു മൂലയ്ക്ക് ഇരുന്നോട്ടെ. സോ റീസെന്റ് ആയിട്ടുള്ള വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. പക്ഷെ ബ്രഹ്മാസ്ത്രയില് ശിവ 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 എന്ന് ആലിയ ഭട്ട് ഒരു 50,000 വട്ടം വിളിക്കുന്നത് വെച്ചാൽ ഇതിലൊരു 5,000 വട്ടം ശിവ ശിവ നീ എന്നെ വിട്ടിട്ട് പോയി വണ്ടി ഇമോഷൻസ് പറഞ്ഞ സാധനം ഇട്ട് കയറ്റിയിരിക്കുകയാണ്. പാസം ഓവർലോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാണുമ്പോൾ സങ്കടവും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ ആ മറ്റേ മ്യൂസിക് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കുറച്ചും കൂടി കുത്തിക്കയറ്റി കൊടുത്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈ മൊമെന്റ്സോ അല്ലെങ്കിൽ ഗൂസ് ബാംസ് ഒക്കെ കിട്ടിയേനെ. ഇതിൽ പിന്നെ വെങ്കി, നമ്മുടെ മലയാളത്തിലത്തെ ആക്ടർ, ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു ഡെവിളിഷ് ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ എനിക്ക് അത്ര കിടിലം പടം ഗംഭീരം എന്നൊന്നും പറയാൻ തോന്നിയില്ല. സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റേ അനിരുദ്ധന്ന് നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു, ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചു. ആ കിടിലൻ സാധനം ഉണ്ടായിരുന്നു, ആ മ്യൂസിക് കാരണമാണ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ട് എന്ന് തന്നെ പലരും അറിഞ്ഞത്. പക്ഷെ അത് എത്ര അവസാനം ഒരു സീനിൽ മാത്രം, അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞിട്ട് വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, അത് ആരാന്ന് അവരെ കാണിക്കില്ല. പിന്നെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാ അതെങ്കിലും കാണിച്ചിട്ട് വെച്ചാൽ കുറച്ചും കൂടി നന്നായേനെ. എല്ലാവരും പറയുന്നുണ്ട് നാനി വരുന്നുണ്ട്, വേറെ ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ അറിയില്ല. ഇനി പിന്നെ പാർട്ട് 2 ഒക്കെ ഉണ്ടെങ്കിൽ അറിയുള്ളൂ. സോ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ KGF, റെട്രോ, കങ്കുവ ഇതിന്റെ ഒരു മിക്സ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തോ എന്നാലും ആളുടെ റീസെന്റ് ആയിട്ടുള്ള മറ്റേ റാഷി ഖന്നയുടെ ഒപ്പം ഒരു ലവ് സ്റ്റോറി ഇല്ലേ, ഒരു ടോക്സിക് ലവ് സ്റ്റോറി. അതേപോലെ തന്നെ മറ്റേ സമന്തയുടെ ഒപ്പം ഒരു പടമുണ്ട്, ലൈഗർ. അതേപോലത്തെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഫാമിലി സ്റ്റാർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഡെഫിനറ്റ്ലി നൈസ്. പക്ഷെ അത്രയും കിടിലൻ ഒരു മാസ് പടമാണോ, നമുക്ക് മറ്റേ ഗൂസ് ബംസ് അടിച്ച് എണീറ്റ് ഓടുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാന്നേ പറയാനുള്ളൂ. സ്റ്റിൽ തിയേറ്ററിൽ കണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടിയേനെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ വേണ്ടവർ കണ്ടുവെക്കുക, കണ്ടവർ അഭിപ്രായം പറയാം.